കത്രീനെ കാണാൻ പോയത് അപ്പച്ചനെ വിഷമിപ്പിക്കുന്ന കാര്യത്തിന്റെ പൊരുളറിയാനായിരുന്നു. പക്ഷേ കത്രീനെ പറഞ്ഞത് കേട്ടപ്പോ അവര് ചെയ്ത ശരിയെന്ന് തോന്നിപ്പോയി. എന്നതാ കത്രീനാമ്മ പറഞ്ഞേ? റോസ് എന്റെ മോളാണെന്ന്. പണ്ട് മൂന്നാറിൽ വെച്ച് അപ്പച്ചൻ അറിയാതെ പറ്റിയൊരു തെറ്റ്. അതിന്റെ പേരിൽ സ്വന്തം ജീവിതം കൊണ്ട് കത്രീന് പ്രതികാരം തീർക്കുകയായിരുന്നു. എല്ലാം കത്രീൻ എന്നോട് തുറന്നു പറഞ്ഞു. എന്നിട്ട് അപ്പച്ചനെ കൊണ്ടൊരു സത്യവും ചെയ്യിച്ചു. എന്നതാ? ഇനി റോസിനെ കാണാൻ ചെല്ലുകയില്ലെന്നും പുറത്തിതാരോടും പറയുകയില്ലെന്നും. നാൻസിയുടെ മുഖം കണ്ടപ്പോ ഞാൻ കരുതി എന്റെ പുറകെ ഏതോ പിശാശുണ്ടെന്ന്. എന്നെ കണ്ടാണോ ഇങ്ങനെ പേടിച്ചേ? ഖത്രീനെ അത് എന്നാ പറ്റി? നൈനാൻ സാറില്ലേ ഇവിടെ? ഇല്ല, ഓഫീസിലാ. ആ, ഒരു കണക്കിലത് നന്നായി. നൈനാൻ സാറിന് എന്നോടല്ലേ ശത്രുത? എനിക്ക് നിങ്ങളോട് ആരോടും ശത്രുതയില്ലല്ലോ. ഇരുന്നോട്ടെ നാൻസി. ഇരിക്കൂ. എന്നാ നാൻസി, വല്ലാത്തൊരു വിഷമം പോലെ. അല്ല, റെജിയില്ലയോ? ഇല്ല. ആ, ഉണ്ടല്ലോ. മോനെ റെജിയെ, ഇങ്ങ് വന്നേ. സുഖമാണോ മോനെ? ഹാ, നാൻസിക്ക് ഇവിടെ ഇരിക്കാൻ മേലെ. എന്നാത്തിനെ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നേ? ഇതിലേ പോയപ്പോ ചുമ്മാ ഒന്ന് കേറിയതാ ഞാൻ. നമ്മുടെ മനസ്സിലൊന്നുമില്ലെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. എന്നാലും ഇനി ഈ വീട്ടിൽ കത്രീന വന്ന് കയറുമെന്ന് ഞാൻ കരുതിയതേയില്ല. എപ്പോഴും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആരോടും ശത്രുത കൊണ്ട് നടക്കാറില്ല. ഒത്തിരി പേരോട് ശത്രുതയും കൊണ്ട് നടക്കുന്നവളാ പുലിക്കാട്ടിൽ കത്രീനേന്നാ എല്ലാവരുടെയും വിചാരം. വെട്ടാൻ വരുന്ന പോത്തിനെ തടഞ്ഞു നിർത്തും, തിരിച്ചുവിടും. ഇതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല നാൻസി. നൈനാൻസാന്റെ കാര്യത്തിലും അതേ ഉണ്ടായിട്ടുള്ളൂ. അപ്പച്ചനോട് ഇല്ലാത്ത നന്നായി. ചുമ്മാ ഒരു സീനുണ്ടാക്കാതെ കഴിഞ്ഞു. ഹാ, ഉണ്ടെങ്കിലും ഒന്നും നടക്കില്ല രജി. വീട്ടിൽ വരുന്ന അതിഥികളെ ഇറക്കി വിടുന്ന പാരമ്പര്യമൊന്നും കളപ്പൊരിക്കൽക്കാർക്ക് പണ്ടേ ഇല്ലല്ലോ. പിന്നെ എന്തുവാന്ന് വെച്ചാ ഈ വീട് അങ്ങനെ അങ്ങ് മറന്നു കളയാനോ ഉപേക്ഷിച്ച് കളയാനോ എനിക്ക് പറ്റില്ല. കാരണം എന്നാ, എന്റെ കുഞ്ഞിന്റെ മനസ്സ് ഇപ്പോഴിവിടെയാ. അപ്പോൾ അതിനൊരു തീരുമാനമുണ്ടാകാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അത് നടക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അക്കാര്യം മാത്രം ഇവിടെ പറയല്ലേ കത്രീനാമ്മേ. എല്ലാരെയും അങ്ങ് വെടിവെച്ച് കൊന്നാ പോലും ഇച്ചായൻ അതിന് സമ്മതിക്കുകയല്ല. അമ്മച്ചൊന്നും മിണ്ടായിരുന്നേ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? റോസിന്റെ പേരും പറഞ്ഞ് എന്നും അപ്പനും മോനും തമ്മിൽ വഴക്കാ ഇവിടെ. രണ്ടാളുടെ ഇടയിൽ നിന്ന് ഞാനൊരു സൂക്കേടുകാരിയാവുന്നാ തോന്നുന്നേ. ഇന്നലെ അപ്പൻ ഇവനെ തല്ലാനോങ്ങി, ഇവൻ തടുത്തു. അതോടെ അപ്പനും മോനും ആണെന്നുള്ള വിചാരം പോലും ഇല്ലാത്ത മട്ടില ഇച്ചായന്റെ പെരുമാറ്റം. ഇങ്ങനെയൊന്നും മുമ്പ് ഈ കുടുംബത്തിലുണ്ടായിട്ടില്ല കത്രീനാമ്മേ. ഞങ്ങളുടെ കുടുംബം തകർന്നു, മനസ്സമാധാനവും നശിച്ചു. ഞാൻ ഈ കുടുംബം തകർത്തു എന്നാണ് നാൻസി പറഞ്ഞു വരുന്നേ. എന്റെ കുഞ്ഞിന്റെ ജീവിതം നിങ്ങളല്ലേ തകർത്തത്? ഞങ്ങളുടെ മനസ്സമാധാനം നശിപ്പിച്ചു കളഞ്ഞത് നൈനാൻ സാർ ഒറ്റയാളല്ലേ? അല്ലേ മോനെ? അതല്ലേ സത്യം? കത്രീന ആന്റി, ഞാനൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അത് തെറ്റാണെന്ന് കത്രീന ആന്റിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം. നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ ഞാനും റോസും ഒത്തിരി അടുത്തു, പിരിയാൻ മേലാത്ത വിധത്തിലടുത്തു. അതിനപ്പുറം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അത് തെറ്റാണെന്ന് അമ്മ ഒരിക്കലും പറയില്ല. ഒരിക്കൽ കൂടി പറയുവാ, സമാധാനമായിട്ട് ജീവിക്കാനേ ഞാൻ ആശിച്ചിട്ടുള്ളൂ.
കർത്താവ് എന്നെ നേരെ നടത്തുമ്പോൾ പിന്നീ കൂടി വന്ന് സാത്താൻ എന്നെ എങ്ങോട്ടെങ്കിലും പിടിച്ചു തള്ളും. ഞാൻ ആരെങ്കിലും ദേഹത്തോട്ട് വീഴും, വഴക്കാവും. എന്നെ തള്ളിയിട്ടതിന് ഞാൻ എന്നാ പിഴച്ചു? ചെയ്യാത്ത കുറ്റത്തിന് മേക്കിട്ട് കേറിയ വിട്ടുകൊടുക്കത്തില്ല ഞാൻ. കത്രീനെ, റോസ് നിങ്ങളുടെ മോളല്ലാന്ന് അറിഞ്ഞപ്പോ ഇച്ചായൻ... വേണ്ട, റോസ് എന്റെ കുഞ്ഞു തന്നെയാ. എന്റെ സകല സ്വത്തുക്കൾക്കും അവൾ ഒരാളാണ് അവകാശി. ദേ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാ, കുട്ടികൾ തമ്മിൽ വലിയ ഇഷ്ടത്തിലാ. അത് വെട്ടിമുറിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്റെ മോളുടെ കൈ പിടിച്ച് റെജിയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും, ഇവനിഷ്ടമാണെങ്കിൽ. അതിപ്പോ കർത്താവ് തമ്പുരാൻ ഒഴിച്ച് വേറെ ആരും എതിർത്താലും കത്രീന അത് നടത്തും. കത്രീന ഒന്ന് പോ. റജിയുടെ അപ്പനിതെങ്ങാനും അറിഞ്ഞ പിന്നെ അത് മതി. എന്നതായാലും ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. ഇവിടെ ഒന്ന് കേറണം തോന്നി കേറി, അത്ര തന്നെ. മോനെ, ഇറങ്ങട്ടെ? ആ ശരി. അപ്പച്ച, ടൗണിലൊന്ന് പോണം. ഇത്തിരി ഷോപ്പിംഗ് ഉണ്ട്. കാശ് വല്ലതും വേണോ മോളെ? വേണ്ട അപ്പച്ച, അപ്പച്ചൻ എന്തെങ്കിലും വാങ്ങണോ? ഓ, ഒന്നും വേണ്ട. മോള് പോയിച്ചു വാ. ബേബി, മോക്ക് എവിടെ പോണ്ടെന്ന് വെച്ചാ പോയിച്ചു വാ. ശരി സാർ. പുതിയ ഡ്രൈവറാണോ? ആ, പുതിയ ഡ്രൈവറാ. ബേബി എന്ന പേര്. 4-5 മാസമായി. പോവാം. ശരി. പേരെന്തോന്ന് പറഞ്ഞേ? ബേബി. അത് കുഞ്ഞെന്നപ്പോ വിളിച്ചായിരുന്നില്ലേ? ഇപ്പഴെന്തോ പേര്? ബേബിയും തന്നെ. വെറും ബേബി? അതെ മാഡം. ലൈസൻസ് ഉണ്ടോ? ഓ, ഉണ്ട്. എന്തിനുള്ള ലൈസൻസാ? അത് ലൈറ്റ് മീഡിയം വെഹിക്കിൾ ഓടിക്കാൻ ലൈസൻസാ. കൊന്നിട്ടുണ്ടോ ആരെങ്കിലും? അയ്യോ, ഇല്ല മാഡം. ഇടിച്ചിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും ഇങ്ങോട്ടിടിച്ചാലോ? അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മാഡം. എന്താ ചെയ്യാൻ പറ്റത്തെ? അങ്ങോട്ടിടിക്കാൻ മേലേ? അത് മാഡം എന്നാ പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഓ, മലയാളം മനസ്സിലാവണില്ലേ ഇയാൾക്ക്? Then I'll speak in English. See, Mr. Baby, somebody is going to smash your car. Why can't you do the same thing to them? I mean, just go and hit the car. സോറി മാഡം, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഫെയർ. Oh, you speak English? പണ്ട് ബ്രിട്ടീഷുകാരനോടായിരുന്നു താൻ. അതുപോട്ടെ, എവിടെ വീട്? കുന്നുകൂടിയില്ല. എന്തോന്ന്? കുന്നുകുഴിയോ? അതെങ്ങനാ കുന്ന് കുഴിയാവുന്നേ? കുന്നുയർന്നിട്ടും കുഴി താഴ്ന്നിട്ടും അല്ലേ? അത് സ്ഥലപ്പേരാ മാഡം. എന്നാലും അത് തെറ്റാ. കുന്നുകുഴി ആരെങ്കിലും കേട്ടാ കുറച്ചിലല്ലേ ബേബി? അതെ, ആ പേര് അടിയന്തരമായിട്ട് മാറ്റാൻ വേണ്ടി ബേബി പറഞ്ഞേക്കണം, കേട്ടോ? കേട്ടോന്ന്? ഉവ്വ്, കേട്ടു. ഞാൻ പറയാം മാഡം. ആ, റാസ്കൽ, എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? സ്റ്റുപ്പിഡ്. ഇറങ്ങ, വണ്ടി ഇറങ്ങ. Get out from the car. മാറി നിൽക്കണോ അങ്ങോട്ട്? മാഡം, അത് എവിടുന്ന് കിട്ടിയാവോ അപ്പച്ചൻ ഇവനെയൊക്കെ? നടന്നു പോയേച്ചാ മതി. ഇനി അമ്മച്ചിയെ പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല.
നമ്മുടെ കല്യാണം നടത്തണമെന്ന് നമ്മളെക്കാൾ വാശി ഇപ്പൊ അമ്മച്ചിക്ക്. അമ്മച്ചി തീരുമാനിച്ചതാ. അറിയാലോ? അറിയാം. എന്തൊക്കെയോ പക ഉള്ളിൽ കൊണ്ട് നടക്കുന്ന പോലെ ഇപ്പൊ കത്രീൻ ആന്റിയുടെ പെരുമാറ്റം. വീട്ടിൽ കയറി വന്നപ്പോ ഞാൻ ശരിക്കും പേടിച്ചു. കത്രീൻ ആന്റി കണ്ടപ്പോ എന്റെ അമ്മച്ചിയുടെ നാക്ക് ഇറങ്ങിയ പോലെ ആയിപ്പോയി. അപ്പച്ചനുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കാന്ന് ഓർക്കാൻ പോലും വയ്യ. അതോടൊക്കെ പൊട്ടിത്തെറിച്ച് അവസാനിച്ചേനെ. അതൊക്കെ തോന്നല. രജിയുടെ അപ്പനുണ്ടായിരുന്നെങ്കിൽ രണ്ടിലൊന്ന് അമ്മച്ചി അപ്പ തന്നെ തീരുമാനിച്ചേനെ. അമ്മയുടെ മുന്നിൽ നൈനാനെങ്കിലും മുട്ടുകുത്തിയേനെ. പറഞ്ഞു നീ എന്റെ അപ്പച്ചനെ മുട്ടുകുത്തിക്കുമല്ലോ. ഇക്കണക്കിനാണേലേ കത്രീനയുടെ സ്വഭാവം മോളും കാണിച്ചു തുടങ്ങുമല്ലോ. യെസ്, ഞങ്ങള് പുലിക്കാട്ടി തറവാട്ടുകാർക്കേ 3 കൊമ്പുള്ള കാര്യം അറിയാമേലേ? ആണോ? അതുകൊണ്ടേ റോസ് കാതറിൻ പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ദേ ഇപ്പൊ പറയണം. ഞാൻ വരെ ആളെ നോക്കിക്കോളാം. എടി, നിന്റെ കൊമ്പ് ആദ്യം ഞാൻ ഓടി, എന്നിട്ടൊരു വാല് ഫിറ്റ്. പിന്നെ എന്റെ മോള് വാലും താഴ്ത്തി എന്റെ പിന്നാലെ നടക്കും. ഇടയ്ക്കിടയ്ക്ക് കത്രീൻ ആന്റി എന്നെ വിളിച്ചു പറയും, മോനെ റജി, ഇവളെ തല്ലാതെ വളർത്തിയതിന്റെ കുഴപ്പമാ, വള്ളിച്ചുരുളി വെട്ടി ചന്തിക്ക് 4 പെട കൊടുക്കുമ്പോ നേരെയാവൂന്ന്. അതിനാ നിനക്ക് കെട്ടിച്ചു തന്നേന്ന്. അത് ശരി. കെട്ടിക്കഴിഞ്ഞിട്ട് തല്ലാനുള്ള പരിപാടിയാ അല്ലേ? എന്നാ ഞാൻ കാണിച്ചു തരാം. ഗുഡ് ബൈ. എടി പെണ്ണത് എങ്ങോട്ടാ? ചാടി ചാവാൻ. എടി അവിടെ ചാടിയ ചാവത്തില്ല, അവിടെ 2 അടി വെള്ളേ ഉള്ളൂ. നീ വണ്ടിയിലോട്ട് കയറ്, ഞാൻ നിന്നെ കടൽപ്പാലത്തിൽ കൊണ്ടുവിടാം. വാ. എന്തോ? കത്രീൻ ആന്റി കല്യാണ തീയതി നോക്കി ഓടി നടക്കുക. വേണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെന്ന് പറഞ്ഞേക്കാം. വാ. അയ്യടാ, കല്യാണം വേണ്ടെന്ന് ആരാ പറഞ്ഞേ? എന്റെ രജിക്കുട്ടൻ പെൺകോന്തനായിട്ട് ജീവിക്കണം എന്നുള്ള ഒറ്റ കണ്ടീഷൻ എനിക്കുള്ളൂ. അതിനെന്നെ ആദ്യമേ നീ അങ്ങനെ ആക്കി എടുത്തില്ലേ മോളെ? ഇനിയിപ്പൊ എത്രയും പെട്ടെന്നൊരു കെട്ടും കെട്ടി അതിലൊരു ചങ്ങലയിട്ട് ദേ നിന്റെ കയ്യിലോട്ട് അങ്ങ് തരും. രജി, എന്നെ കെട്ടിയ രജിക്ക് അപ്പനെ അമ്മയെ നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. നമുക്കൊരിക്കലും പിരിയാനും പറ്റത്തില്ല. രജിയുടെ വീട്ടുകാരെ കൂടെ സമ്മതിപ്പിച്ചുകൊണ്ട് കല്യാണം നടത്താൻ പറ്റുമോ? നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചാലും അത് നടക്കത്തില്ല. അപ്പച്ചന്റെ പിടിവാശി കൂടി വരുക. പിന്നെ അമ്മച്ചി കല്യാണം കഴിഞ്ഞ് കുറെ ആവുമ്പോ പിണക്കമൊക്കെ മാറി എന്നെ കാണാൻ വരുമായിരിക്കും. അങ്ങനല്ലല്ലോ നിന്റെ കാര്യങ്ങൾ. എനിക്കനുസരിച്ചേ പറ്റത്തുള്ളൂ. അഭിമാനം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നിട്ടും ചിരിച്ചുകൊണ്ട് നേരിട്ട് എന്റെ അമ്മച്ചി പറയുന്നതാ ഇക്കാര്യത്തിൽ എന്റെ ശരി. ഇനിയിപ്പോ ഗബ്രിയേൽ അച്ഛനെ കണ്ട് തീയതി നിശ്ചയിച്ചുകൊണ്ടായിരിക്കും അമ്മച്ചി വരുന്നത്. പള്ളിയിൽ പോയി നിന്നു കൊടുക്കുന്ന ജോലി മാത്രമേ ഇനി നമുക്ക് കാണത്തുള്ളൂ. വരട്ടെ, അപ്പൊ കാണാം. നിന്നെ എന്റെ സ്വന്തമാക്കാൻ എത്ര വലിയ കഷ്ടപ്പാട് സഹിക്കാനും ഞാൻ തയ്യാറാ. അച്ഛോ, അച്ഛൻ എന്നാ പേടിയുണ്ടോ? ഉണ്ട്. ഇത്ര നാളും കറിയാച്ചൻ മാത്രമേ എന്നെ ശത്രുവായി കണ്ടിരുന്നുള്ളൂ. ഈ കെട്ട് കഴിഞ്ഞ പിന്നെ നയനാങ്കോശും എന്റെ ശത്രുവാവും. പള്ളിയിൽ അച്ഛൻ ഭക്ഷണം പിടിച്ച ചീഞ്ഞ മീനിന്റെ വില പോലും കിട്ടത്തില്ല. അച്ഛോ, പക്ഷം പിടിക്കണമെന്ന് ആര് പറഞ്ഞു? ന്യായമായ കാര്യം ചെയ്താൽ മതി. കുഞ്ഞുങ്ങളുടെ മനസ്സ് നോവിക്കാതെ എല്ലാം മംഗളമായി നടത്തി തരണം. കർത്താവ് ആഗ്രഹിക്കുന്നതും അതല്ലയോ അച്ഛോ? പിന്നല്ലാതെ ഇത്രയും പേടിച്ചുറയ ഒരു അച്ഛൻ ഇതിനു മുമ്പൊക്കെ നമ്മുടെ ഇടവകയിൽ ഉണ്ടായിട്ടേ ഇല്ല. എന്നാ എന്നെ കണ്ട് പഠിക്കോ? അതും ഇല്ല. ലൂക്കോസേ, എന്താ അച്ഛോ? ഇങ്ങ് വന്നേ. തലയിരിക്കുമ്പോ വാലാടിയാല് ആ വാല് ഞാൻ നല്ലൊരു പലകയിൽ വെച്ച് നല്ല ഒന്നാന്തരം കത്തി കൊണ്ട് കൊത്തി കൊത്തി അരിയും. മനസ്സിലായോ? ഓ, കത്രീനാമേ, കൂടെ നിൽക്കാമെന്ന് ഞാനൊരു വാക്ക് പറഞ്ഞു പോയി. അതിന്റെ ധർമ്മസങ്കടമാ എനിക്കിപ്പോ. ആലോചിച്ചു വന്ന ഈ കല്യാണം ഒരു ചതിയാ. അതിന് ഞാൻ കൂട്ടി നിൽക്കാം ആ കുട്ടികൾക്ക് വേണ്ടി. പക്ഷേ ഇവിടെ വെച്ച് കല്യാണം നടത്തി പള്ളി രജിസ്റ്ററിൽ പേര് ചേർക്കണമെന്ന് പറഞ്ഞാ അത് നടക്കുകയില്ല. കത്രീനാമ്മ പിള്ളാരെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിലോട്ട് പോ. ഈ പള്ളി അല്ലെങ്കിൽ വേറൊരു പള്ളി എവിടെ വെച്ചാണെങ്കിലും എന്റെ മോളുടെ കല്യാണം ഞാൻ നടത്തുന്ന അച്ഛനറിയാമേലേ? പിന്നെ കത്രീന അമ്മച്ചി ഇങ്ങനെ അങ്ങ് വിളിച്ചാലേ 100 പള്ളിയും പട്ടക്കാരും വന്നങ്ങ് ക്യൂ നിക്കയില്ലേ? ക്യൂ നിക്കും കപ്പിയാരെ, നിർത്തും. എസ്റ്റേറ്റിലെ ഇടവകക്കാര് എന്നെ കൈവിടത്തില്ല. ഏത് പള്ളിയിൽ വെച്ച് നടത്തിയാലും
അച്ഛൻ റോസിന്റെ കല്യാണത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അവളെ അച്ഛൻ സങ്കടപ്പെടുത്തില്ലെന്ന് എനിക്കറിയാം. അച്ഛന്റെ മുന്നിൽ വെച്ചല്ലേ നൈനാൻ മനസ്സമ്മതം മുടക്കിയത്. അച്ഛൻ പറഞ്ഞതൊന്നും അയാൾക്ക് കേൾക്കാൻ മേല. ഇതിനൊക്കെ നല്ലൊരു കാര്യം ചെയ്ത് പകരം വീട്ടാനാ ഞാൻ ശ്രമിക്കുന്നേ. ഞാൻ എന്നാ ചെയ്യണമെന്നാ കത്രീനമ്മ പറഞ്ഞു വരുന്നേ? കല്യാണത്തിന് പേര് ആരും വേണ്ട. മിന്നുകെട്ട് കഴിഞ്ഞാൽ പള്ളി രജിസ്റ്ററില് റോസിന്റെയും റെജിന്റെയും പേര് വേണം. അതെനിക്ക് നിർബന്ധ. അരമനയിൽ അറിഞ്ഞ അത് പ്രശ്നമാവും കത്രീനമ്മേ. ഗുണ്ടായുസത്തിനുള്ള വേദിയല്ല പള്ളി. രജിസ്റ്ററിന്റെ കാര്യത്തിൽ എന്നതേലും ചെയ്ത് ഒപ്പിക്കാം. പക്ഷെ ഈ അൽത്താരയ്ക്ക് മുന്നിൽ വെച്ച് മിന്നുകെട്ട് നടത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കത്രീനമ്മ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. കത്രീനമ്മ, തത്വം പറഞ്ഞ് അവരെ പിണക്കിയപ്പോ അച്ഛന് തൃപ്തിയായല്ലോ. ഇത്തവണത്തെ പെരുന്നാളെ ദാ ഇങ്ങനെ കയറി പിരിക്കും പോലെ അച്ഛൻ തന്നെ ഒറ്റയ്ക്കങ്ങ് പിരിച്ചങ്ങ് നടത്തിക്കോ. ഓ, ഒന്നങ്ങോട്ട് പിടിക്കണം. വേഗം ഒന്ന് പിടിച്ചേ. ഒന്ന് വേഗം കയറ്റടേ. ഓ, നമ്മൾ നിന്നാലേ നടക്കത്തുള്ളൂ. വേഗം ഇന്നലത്തെ പോലെ പെട്ടെന്നാവട്ടെ. മറ്റവന്മാർ എത്രയും മുമ്പ് എത്തണമെന്ന് നീക്കി വെക്ക. അത് മതി. എന്താണ് അവിടെ കൂട്ടം കൂടിയിരിക്കുന്നേ? എന്നതാണ് സാറേ, ഞങ്ങൾ വലപ്പണി എടുക്കുക. നിങ്ങൾ ബോട്ടിൽ കയറി നോക്ക്. എവിടെയോമാര് കഞ്ചാവ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നെന്ന്. പുതിയത് വല്ലതും ഉണ്ടേ പറ സാറേ. എന്താടാ? പേടിപ്പിക്കില്ല സാറേ. ഞങ്ങളൊക്കെ കപ്പലിലോട്ട് വൈക്കോലാ കടത്തുന്നേ. കുറച്ച് കാണും ബോട്ടിനകത്ത്. വേണമെങ്കിൽ എടുത്തോണ്ട് പൊക്കോ. വെളച്ചിലെടുക്കല്ലേടാ. എന്നതാ മുരുകേശ അവന്മാര് പറയുന്നേ? അവന്മാരെ വിളിച്ചേ? അങ്ങോട്ട് ഇരടാ, സാറ് വിളിക്കുന്നു. ഓ, വാസു. നീ എന്നതാടാ ഇന്നലെ ഇവിടെ നിന്ന് പ്രസംഗം നടത്തിയേ? കത്രീനയ്ക്ക് മാജിക് അറിയാവുന്നോ? കഞ്ചാവ് വൈക്കോലായത് കത്രീനയുടെ മാജിക് ആണെന്ന് അല്ലടാ? പറഞ്ഞത് നേരാ സാറേ, പക്ഷെ തമാശയായിട്ട് പറഞ്ഞതാ. ഓഹോ, നിനക്കൊക്കെ തമാശ പറയാനുള്ള വിഷയമാണോടാ പോലീസ്? ആണോടാ? ഞാൻ തമാശ പറഞ്ഞത് കത്രീനമ്മയെ പറ്റിയാ. പോലീസുകാരെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ സാറേ. സാറിന് ഇപ്പൊ എന്നാ വേണ്ടേ? ഞങ്ങളെ തല്ലണോ? പണ്ടത്തെ പോലെ കാര്യവും കാരണവും ഇല്ലാതെ ഇക്കാലത്ത് തല്ലാൻ പറ്റുമോ സാറേ? അതും ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളെ. എന്നതാടാ, നിന്നെയൊക്കെ തല്ലി ആകാശം ഇടിഞ്ഞു വീഴുവോ? ദേ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട് മത്സ്യത്തൊഴിലാളികളെ പോലീസ് തൊടില്ല എന്ന്. കടലിലോട്ട് എറിയാ ധാരണ. ആ ബോട്ടിലൊന്നുമില്ല സർ. നിന്റെ മുതലാളിച്ചോട് പറഞ്ഞേരെ നൈനാങ്കോശി അടങ്ങില്ല എന്ന്. തൂത്തുവാരി ഞാൻ. വണ്ടിയെടുക്ക്. തൂത്തുകാരും പോലും. ഇങ്ങനെന്താ മുനിസിപ്പാലിറ്റി തൂത്തുകാരനാണോ? വാടാ. ഹലോ കത്രീനാമ്മേ, നൈന സാറും ആ SI മുരുകേശനും കുറെ പോലീസുകാരും കൂടി വന്ന് പിന്നെയും ബോട്ടൊക്കെ പരിശോധിച്ചു. ഞങ്ങളെ കുറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങേര് അടങ്ങിയിരിക്കത്തില്ലെന്ന് കത്രീനാമ്മയോട് പറഞ്ഞേര് എന്നും പറഞ്ഞാ പോയത്.